കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാനിങ്ങനെ ഒരു സെക്കൻഡ് കുറച്ചും കൂടെ നേരെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം അത്ര ഇൻവോൾവ് ആയിട്ട് കഥ കേട്ടു. ആൻഡ് അവസാനത്തെ സിനിമ കണ്ടവർക്കറിയാം, അവസാനത്തെ ഒരു ട്വിസ്റ്റ് വരുമ്പോൾ ഐ വാസ് ലൈക്ക് വാവ്, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഇപ്പം ബാഗ്ദാദിൽ പോയിട്ട് ഇന്ത്യ 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 എന്നുള്ളത് നമ്മളിങ്ങനെ കേൾക്കും, നമ്മളിങ്ങനെ അവിടെ അൽഹിന്ദ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമേ ഇതെനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓഡിഷൻ കൊടുക്കുന്നത് തന്നെ. മെയിൻലി ബിക്കോസ് ഓഫ് ദി പെർഫോമൻസ്. അതായത് പല റേഞ്ചിലുള്ള ഇമോഷൻസും കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ബീറ്റിൻ്റെ ബാക്കിൽ വേറൊരു ബീറ്റ് ഉണ്ട്, ആ താളം വെച്ച് നമ്മൾ ഡാൻസ് കളിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അതേതാ താളം, അതേതാ ബീറ്റ്, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ദ വേ ദേ തിങ്ക്. ഇന്ന് വൺലൈനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആക്ട്രസ് ഗോപിക മഞ്ജുഷിയാണ്. ഗോപിക, വെൽക്കം ടു വൺലൈൻ. ശരിക്കും ആദ്യം എടുത്തു പറയട്ടെ, ദ റൈഡ് എന്ന സിനിമയിലെ പെർഫോമൻസ് ഇറ്റ്സ് റിയലി സൂപ്പർ. കാരണം ഒരു തഴക്കം വന്ന ആക്ട്രസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ദ റൈഡ് എന്ന സിനിമയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിൽ എല്ലാ ആക്ടേഴ്സിനും ഒരുപോലെ സ്പേസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തു, ആൻഡ് ഹൗ യു ഹാപ്പി വിത്ത് ദിസ് വർക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കിട്ടണേന്ന് കൊതിച്ചാഗ്രഹിച്ച് കിട്ടിയ ഒരു വർക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫിലിം അല്ല, ഇതാണ് എൻ്റെ ഡെബ്യൂ വർക്ക്. ഇതാണ് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, എന്നെ പോലെ തന്നെ ഇങ്ങനെ ആസ്പയറിങ് ആയിട്ടുള്ളൊരു കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തുണ്ട്. അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ വാസ് ഏബിൾ ടു സ്റ്റാർട്ട് വിത്ത് ദിസ് വർക്ക്. കാര്യം ഇതിന് മുന്നേ ഇങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരുന്നു, പക്ഷേ അതെല്ലാം സൈഡ് നിൽക്കുക, ചിരിക്കുക, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു റോളുകളായിട്ട് തോന്നിയിരുന്നില്ല എനിക്ക്. അതായത് ഇപ്പം ഞാൻ ചെയ്താലും വേറെ ആരെങ്കിലും ചെയ്താലും ഒരു ക്യാരക്ടർ ഇല്ല. ദർ ഇസ് നോ എസെൻസ്, ദർ ഇസ് നോ ലൈഫ് ടു ദാറ്റ് ക്യാരക്ടർ. അങ്ങനത്തെ ആണ് കൂടുതലും എന്നെ പോലുള്ളവർക്ക് വരാറ്. ഓണസ്റ്റി, ലൈക്ക് ജസ്റ്റ് സൈഡ് നിന്നാൽ മതി കേട്ടോ, ഇതാണ് റോള്, അല്ലെങ്കിൽ അങ്ങനത്തെ. അതായത് അതിൽ നിന്ന് മോശമാണെന്ന് ഞാൻ പറയല്ല, പക്ഷെ എന്നാലും where we are looking for a space where we can perform, അതിന് നമുക്ക് ഞാൻ അങ്ങനെ കൊതിച്ചിരുന്നപ്പോഴാണ് ഓഡിഷൻ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പം ആദ്യം തന്നെ ഓഡിഷൻ ചെയ്യിപ്പിക്കുകയല്ല ചെയ്തത്, വന്നിരിക്കൂ നമുക്ക് കഥ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കഥ പറയൂ ആദ്യം തന്നെയോ എന്ന് പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങി. ഡയറക്ടറും റീന മാമൊക്കെ ഉണ്ടായിരുന്നു, റിതേഷ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാനിങ്ങനെ ഒരു സെക്കൻഡ് കുറച്ചും കൂടെ നേരെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം അത്ര ഇൻവോൾവ് ആയിട്ട് കഥ കേട്ടു. ആൻഡ് അവസാനത്തെ സിനിമ കണ്ടവർക്കറിയാം, അവസാനത്തെ ഒരു ട്വിസ്റ്റ് വരുമ്പോൾ ഐ വാസ് ലൈക്ക് വാവ്, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആൻഡ് ഐ വാസ് ഓൾസോ ഏബിൾ ടു കണക്ട് ഒരു കുറച്ച് ആസ്പെക്ട്സ് എൻ്റെ ലൈഫിലുള്ളതും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പം ഞാനിങ്ങനെ ദൈവമേ ഇതെനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓഡിഷൻ കൊടുക്കുന്നത് തന്നെ. മെയിൻലി ബിക്കോസ് ഓഫ് ദി പെർഫോമൻസ്. അതായത് പല റേഞ്ചിലുള്ള ഇമോഷൻസും കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ഫ്രഷറാണ്, ഇതിനു മുന്നേ മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ദേ വർ റെഡി, ദേ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ദിസ്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ഹൗ എക്സ്പീരിയൻസ്, ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് എന്തോരം കഴിവുള്ള ആൾക്കാരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടെ പെർഫോം ചെയ്തത്. അതിൻ്റെ ഒരു ധൈര്യവും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഐ എം ആക്ച്വലി ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇപ്പോൾ ശ്രീകാന്ത് സാർ ആണെങ്കിലും മാല പാർവതി, ആൻ ശീതൽ, സുദീപ് കോപ്പ, ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ആൻഡ് അവർ തമ്മിൽ അല്ലെങ്കിൽ കണക്റ്റ് ആയത് അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു പെർഫോം ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? എൻറ്റയർ മൂവി ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് പോയത്. നമുക്ക് ആദ്യം തന്നെ ഓഡിഷന് കഴിഞ്ഞു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിറച്ചോണ്ടാണ് ആക്ച്വലി പോകുന്നത്. ബിക്കോസ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു റീഡിങ്ങിന് ഇരിക്കുന്നതും, അത് ബാക്കിയുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ വിറച്ചിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ അവിടെ പോയി ഇരുന്നപ്പോഴേക്കും എല്ലാവരും ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇത്ര ഉള്ളോ, പേടിക്കണ്ടായിരുന്നു അല്ലേ. എവരിബഡി വാസ് ലൈക്ക് സോ ചിൽ ആൻഡ് വെരി വെൽക്കമിങ്. ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ വിൽ മേക്ക് ഷുവർ ദാറ്റ് യുനോ നിനക്കൊന്നും അറിയില്ല, നീ വാ തുറക്കരുത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക്
ചില സ്ഥലത്തുനിന്ന് ചില ആൾക്കാരിൽ നിന്ന് കിട്ടാറുണ്ട്. യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്പേസ് ടു ടോക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ദേ ആർ എന്താണ് വാട്ട് ക്യാൻ യു കോൺട്രിബ്യൂട്ട്. ഇപ്പം അതിൽ തന്നെ ജെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ലുക്കിന് നമുക്ക് ഹെയർ ഒക്കെ ഒരു വേറൊരു രീതിയിലാണ് ചെയ്തത്. അത് നമ്മൾ അധികാരം ഇവിടെ ചെയ്യാറില്ല. അപ്പം അങ്ങനത്തെ സംഭവം കൊണ്ടുവരണോ, കുറച്ച് റെബല്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ നമുക്കൊരു മോർ ദാൻ ദി ആക്ടിങ് സ്റ്റൈലിങ്ങിലാണെങ്കിലും ദ വേ ഷി ക്യാരീസ് ഹെർസെൽഫ്, നമുക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ഇരുന്നിട്ട് നമുക്കിതിങ്ങനെ ചെയ്യാം, ഇങ്ങനെ റെഫറൻസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തൊരു ആണ് ജെസ്സി ക്യാരക്ടർ വന്നത് തന്നെ. പിന്നെ കുറേ സീനുകൾ ഇപ്പോൾ പറഞ്ഞതിന് ചിലപ്പം കഥയൊക്കെ കുറേ പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഈ റീഡിങ് കഴിഞ്ഞതിന് ശേഷം അത് ആ ഡയലോഗ് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫേക്കാന്നുള്ളത് ഭയങ്കരമായിട്ട് എവിഡൻ്റ്. അപ്പം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മാൽച്ചേച്ചിയൊക്കെ അത് ഒത്തിരി ബ്യൂട്ടിഫുള്ളി നമുക്കത് പറഞ്ഞു തന്നു, നമുക്കത് ഇങ്ങനെ പറയാം. അപ്പം ഞാനൊക്കെ യൂഷ്വലി ഒരാൾ സ്ക്രിപ്റ്റ് പഠിച്ചത് അതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ട്വീക്ക് ചെയ്ത് മാത്രമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വർക്ക്സ് ഫോർ ദ സീൻ, വാട്ട് വർക്ക്സ് ഫോർ ദി എൻറ്റയർ സ്റ്റോറി, നമുക്കത് അങ്ങനെയും കൂടെ ചിന്തിച്ചിട്ടാണ് പല സീനുകളും ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ നമ്മൾ ഈ സീനിവിടെ വർക്കാവില്ല, ഈ സീൻ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കാര്യം അതുവരെ എടുത്ത് വെച്ചിട്ടും ഈ സീൻ തമ്മിലൊരു മാച്ച് ഇല്ല. സോ വി ജസ്റ്റ് ഗോണ കട്ട് ദ സീൻ. ഇപ്പോൾ ഡയലോഗൊക്കെ പഠിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും, സീൻ റെഡി ആയിട്ട്. അപ്പോൾ വെറുതെ സാർ ഇത് വേണ്ട, വർക്കാവില്ല, കട്ട്, ബെസ്റ്റ്, വെറുതെ ആണോ പഠിച്ചത്. അങ്ങനെയൊക്കെ നമ്മൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് അതിൽ അത് ഞാനത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കഥ മൊത്തം ഇതിൽ ഐ ക്യാൻ ലിറ്ററലി പിൻ പോയിന്റ് ആൻഡ് സേ ദിസ് ഇസ് ദാറ്റ് സീൻ വേർ വി ഡിഡ് ദിസ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ ഇംപ്രവൈസ് ചെയ്തതാണ്. ശരിക്കും ഒരു ആക്ടർ എന്നതിലുപരി നമ്മളൊരു ക്യാരക്ടർ ഓരോ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ റിബല്യസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ആ ഒരു ബോൾഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആക്ടറിനുപരി ഓരോ ക്യാരക്ടറിനെ നമുക്കതിൽ വിഷ്വലി കാണാൻ പറ്റി. ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരുന്നു. അത് തന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി. കാരണം ആ ഒരു ആക്ടറിനെ നല്ല നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ കാണുന്നത്. ക്യാരക്ടറിലേക്ക് വരുമ്പം ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. ആ ഒരു ക്യാരക്ടറിന് വേണ്ടുന്ന കുറേ പ്രോപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയങ്ങളാണെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ, ആക്ടർ ടു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മെത്തേഡ്സ് ഓഫ് പ്രോസസ്സ് പോകുന്നത് ഒരു ക്യാരക്ടർ ആവാൻ? അയ്യോ, അത് ഞാനൊരു കുറച്ച് സിനിമകളെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ട് പറയേണ്ടതാണ്. ഇതിലെങ്ങനെയായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ മെത്തേഡ് എന്തെങ്കിലും? ഇതിൽ ഞാൻ പറയുമ്പോൾ നമുക്ക് റീഡിങ് ഉണ്ടായിരുന്നു, കുറച്ച് തവണ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഒത്തിരി ബുക്ക് വായിക്കുന്ന ഒരാളാണ്. ഞാനത് ശ്രദ്ധിച്ചു ഇൻസ്റ്റാഗ്രാമിൽ റീഡിങ് കമ്മ്യൂണിറ്റി. അതെ, അങ്ങനെ റീഡിങ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ എൻ്റെ റിയാലിറ്റിയിൽ ജീവിക്കുന്നതിലുപരി ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിൽ ജീവിക്കുകയാണെന്ന് നടക്കും. അതെ, അപ്പോൾ ചില സമയത്ത് ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഞാനത് ബുക്കാണോ വായിച്ചത് സിനിമയാണോ കണ്ടത് എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞു. ബിക്കോസ് ഐ വിഷ്വലൈസ് ദാറ്റ് സോ മച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഈ കഥ പറയുമ്പോഴും ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ഓരോ കഥാപാത്രങ്ങളും അതിൽ കഥ പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഹൗ ഈച്ച് ക്യാരക്ടർ ബിഹേവ്സ്. ചില ക്യാരക്ടർ കുറച്ചൊന്ന് മിണ്ടാണ്ടിരിക്കുന്നു, ചില ക്യാരക്ടർ ഇങ്ങനെ എടുത്തു ചാടുന്നു, ദേഷ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ജെസ്സി എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത് ലൈക്ക് വി ഹവ് ബിൽഡ് ദാറ്റ്. നമ്മളാണ് ഈ ഒരു ജെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു മുന്നത്തെ ഒരു സ്റ്റോറി. I don't know if I can say this. I don't know. പറഞ്ഞ കഥ മൊത്തം പറയല്ലോ എൻ്റെ. അപ്പോൾ എന്തിനായിരിക്കും അവൾ ദേഷ്യം? വേറൊരു ലെയർ ഉണ്ട്, അത് വേറൊരു ലെയർ. ഇപ്പം നമ്മൾ ഈ സിനിമയുടെ അവസാനം നമ്മൾക്ക് ഇതിന് വേറൊരു സ്റ്റോറി വരും. അപ്പം അതിന് മുന്നേ തന്നെ വേറൊരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ചെയ്തത്. ഞാൻ ജെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മുന്നേ ഉണ്ടായിരുന്ന, അതായത് ഇങ്ങനത്തെ ഒക്കെ പറ്റുന്നതിന് മുന്നേ ആരായിരുന്നു ജെസ്സി, അവൾ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊള്ളാലോ ജെസ്സി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ കാര്യങ്ങൾ ലെയേഴ്സ് ലൈക്ക് യു സെഡ് വി ക്യാൻ ഐ ആഡഡ് എ ഫ്യൂ ലെയേഴ്സ് ടു ഇറ്റ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഒരു വെയർ ഹൗസ് പോലെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ കയറുമ്പോൾ യെസ്, ഇത്തരം തോട്ട്സും കാര്യങ്ങളും ഇത്രയും ഇമോഷണൽ ടേർമോയിൽസും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് കൂടെ പോയ ഒരാളാണ്. അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി
അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലോസ് ഉണ്ടായി, ആ ലോസിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും ചിരിച്ച് പൊട്ടിക്കാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഇൻ ദാറ്റ് സോൺ. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ പിടിക്കാൻ ശ്രമിച്ചത് പല. ഐ ഡോണ്ട് നോ ഇഫ് എത്രത്തോളമൊക്കെ വർക്കായെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ആ സെറ്റിൽ കയറുമ്പം ഇത്രയും ഇപ്പം ഞാൻ മാത്രം എൻ്റെ ഒറ്റൊരു സീനാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ഒരു സോണിൽ അങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മൾ വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് ആ സോണിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റാറില്ല. ബട്ട് ദെൻ ഐ നോ ദാറ്റ് ഇന്റേർണലി ദിസ് ഇസ് ദി ഇമോഷൻ ദാറ്റ് ഐ ഹാവ് ടു തിങ്ക് അബൌട്ട്. സോ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച് എടുത്തത്. ഇനി ഒരു കറക്റ്റ് ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് കുറെ കൂടെ പഠിക്കണം എനിക്ക്. അത് തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടെയാണ്. ഇപ്പോൾ റിമ മാമിൻ്റെ ഒപ്പം നീത്തിൽ പെർഫോം ചെയ്ത് ഐ എം സോ ക്യൂരിയസ് അബൌട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. ആൻഡ് ഒരുപാട് ട്രാവൽ ചെയ്തു അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ത്യൻ വോയിസ് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ 2023 ആണ് ഞാൻ ഓഡിഷൻ, അതും അവിടെ ഓഡിഷൻ ചെയ്തിട്ടാണ് കയറിയത്. അപ്പം എനിക്ക് ഐ ഹാവ് ലിറ്ററലി നോ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഡാൻസ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാൽ ഡാൻസ് കളിക്കും. കാര്യം എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇതേ വായിക്കുന്നതിന് പോലെ തന്നെ എൻ്റെ ഒരു എസ്കേപ്പാണ് ഡാൻസ്. ഡാൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് ഐ ജസ്റ്റ് മൂവ്. എനിക്ക് കിടന്ന് ഡാൻസ് ചെയ്യുക, പാട്ട് കേൾക്കുക, വാതിലടിക്കുക, അത് മാത്രമായിരുന്നു ഒരു അനദർ കൈൻഡ് ഓഫ് എസ്കേപ്പ്. ഓഡിഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവരോട് വേറൊരു പെർഫോമൻസ് ചെയ്തു, ഒരു ഓണം ഷോ കാലിക്കറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നെയ്ത്തുന്നുള്ള പ്രൊഡക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓഡിഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഒരു അപ്പോഴേക്കും ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കോവിഡ് സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു കുറേ ആൾക്കാർ ഡാൻസേഴ്സ് ആൻഡ് ദ വേ ദേ തിങ്ക്. അതായത് ഇപ്പം നമ്മളൊക്കെ ഡാൻസ് കളിപ്പോൾ ചിലപ്പോൾ ലിറിക്സ് ഒക്കെ ആയിരിക്കും ഇരുന്ന് കേട്ടിട്ടായിരിക്കും ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാൻ പൊതുവെ അങ്ങനെയായിരുന്നു, പാട്ട് കേട്ടിട്ട് ലിറിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീറ്റ് വെച്ചിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇത് ബീറ്റിൻ്റെ ബാക്കിൽ വേറൊരു ബീറ്റ് ഉണ്ട്, ആ താളം വെച്ച് നമ്മൾ ഡാൻസ് കളിക്കുക. അപ്പം ഞാനിങ്ങനെ അതേതാ താളം, അതേതാ ബീറ്റ്, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ദ വേ ദേ തിങ്ക്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ടാസ്ക് തരും, നമുക്ക് സർക്കുലർ മൂവ്മെന്റ്സ് വെച്ചിട്ട് നമ്മുടെ ബോഡി വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. അപ്പൊ ഞാനിങ്ങനെ ബോഡി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊരു സർക്കിൾ മോഷൻ തലയിട്ട് ചെയ്യാം എന്നല്ലാതെ ഇപ്പൊ പറ്റില്ല, കൂടിക്കിരിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഹാസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു. ലൈക്ക് I was very curious. I have never seen anything like that in my life before, and there in front of my eyes were like ഒരു കുറച്ച് ബഞ്ച് ഓഫ് വെരി ടാലൻറ്റഡ്, വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന, അതും വളരെ ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ വന്ന് പെട്ടു. സത്യം പറഞ്ഞ പെട്ടു എന്നുള്ളതാണ്. ഓരോ മൂവിനും ഒരു അർത്ഥം. there is കാര്യം ഇത് ചേതമംഗലത്തിലുള്ള വീവേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പം വീവിങ് എങ്ങനെയാണ് ഒരു നൂല് തുണിയിലേക്ക് ആകുന്നത് ഒരു പ്രോസസ്സാണ് നമ്മൾ കാണിക്കുന്നത് ത്രൂ ദ. ഇപ്പം നമ്മൾ വിചാരിക്കും വീവിങ് എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, അല്ല. ആദ്യം ആ നൂലെടുത്ത് ചവിട്ട് കഴിഞ്ഞ് ഡൈയിങ് ഉണ്ട്, ഡൈയിങ് കഴിഞ്ഞ് വാഷിംഗ് ഉണ്ട്, വാഷിംഗ് കഴിഞ്ഞ് ഡ്രൈയിങ് ഉണ്ട്, അങ്ങനെ അത് കഴിഞ്ഞ് സ്ട്രീറ്റ് വാക്ക് വൈൻഡിങ്, ചർക്ക, അതിന് അവസാനത്തെ പ്രോസസ്സാണ് വീവിങ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരു പുതിയൊരു ലോകം, പുതിയൊരു കുറേ ഇൻഫർമേഷൻ. ആൻഡ് അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് അവരുടെ ഇപ്പോൾ ചവിട്ടുമ്പം റെക്കോർഡ് ചെയ്ത മ്യൂസിക് ഉണ്ട്, ഓഡിയോ ഉണ്ട്. അതേപോലെ ഇപ്പോൾ ചർക്ക ചെയ്യുമ്പോൾ ഉള്ള ശബ്ദം, അങ്ങനത്തെ ശബ്ദങ്ങൾ എടുത്തിട്ടാണ് ആ മ്യൂസിക് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം റിയലായിട്ടാണ് അത് അവിടെ പോയി റെക്കോർഡ് ചെയ്തു, അതിന് പിന്നെ ഒരു മ്യൂസിക് ആക്കി. ദാറ്റ് ഈസ് ആർ മ്യൂസിക്, ദ 1 hour പീസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചവിട്ടുമ്പോൾ ഒരാൾ വർക്കർ എങ്ങനെയാണ് നിൽക്കുന്നത്, ചവിട്ടുമ്പം ആ നൂലുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇപ്പോൾ കാറ്റത്ത് ആടുന്ന നൂല് എങ്ങനെയാണ്, ഒരു ക്ലോത്ത് എങ്ങനെയാണ് ആടുന്നത്, അതൊക്കെയാണ് നമ്മൾ എംബോഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ മീ ദാറ്റ് ഈസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് വാട്ട് ഈസ് മോർ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ് വെൻ വി ടേക്ക് ദിസ് ടു ആൻ ഇൻ്റർനാഷണൽ സ്റ്റേജ്, അവരുടെ അത് നമുക്ക് അവസാനം ആകുമ്പോഴേക്കും അവരുടെ ഓഡിയൻസിൽ നിന്നൊരു എനർജി കിട്ടും. അതായത് അവരിങ്ങനെ വാട്ട് ഡിഡ് വി ജസ്റ്റ് വിറ്റ്നസ് എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്ന ഒരു കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗൂസ് ബംസ് വരും. ഐ എം സ്റ്റിൽ ഫീലിംഗ് ദറ്റ്, ബിക്കോസ് അങ്ങനത്തെ ഉള്ള വളരെ റെയർ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. ആൻഡ് ഐ am very very grateful that I have had so many of such moments where I can get that energy from another human, like that I can feel them because I'm an artist. And
ഇറ്റ് ഹസ് ബീൻ എ വണ്ടർഫുൾ ജേർണി വിത്ത് നെയ്ത്ത്. കാര്യം എനിക്കൊന്ന് നെയ്ത്ത് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മാമാങ്കം എന്ന് പറഞ്ഞൊരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ അതർവൈസ്. എൻ്റെ ജീവിതത്തിനൊരു ഒരു അർത്ഥം വന്നത്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് 8 മണിക്കാണ് പ്രാക്ടീസ് ഉള്ളത് പാലാരിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഗിരിനഗറിലാണ്. രാവിലെ 7 മണിക്കൊക്കെ എണീറ്റ് ഓടിച്ചെന്ന് ഇങ്ങനെ പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഈ ബാഗും ബാക്ക് പാക്കും ഒക്കെ വെച്ച് ലഞ്ച് ബോക്സ് ഒക്കെ വെച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ ഡാൻസ് കളിക്കാനാണ് പോകുന്നത് എന്ന്. ആൻഡ് ഐ എം ലൈക്ക് സോ ഹാപ്പി. അതൊരു വേറെ വേൾഡാണ്. ഞാനും അവരെ പോലെ ആയിരുന്നു ഒരു 2-3 വർഷം മുന്നേ വരെ. ബൈജൂസ് കോർപ്പറേറ്റ് വേൾഡിൽ തന്നെ ആയിരുന്നു ഞാനും. അതിൽ നിന്ന് സ്റ്റക്ക് ആകാണ്ട് ഐ ഡിസൈഡഡ് ദാറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഫോർ മീ. ഒന്നും അറിയില്ല, ഒന്നിനും ബാക്ക്ഗ്രൗണ്ടില്ല, ഒന്നും ഒരു തേങ്ങ അറിഞ്ഞിരുന്നില്ല, എന്തോ ധൈര്യത്തിൽ വന്ന് ചാടിയതാണ്. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ തരാൻ മനസ്സ് കാണിച്ച ഒത്തിരി ആൾക്കാരോടാണ് എനിക്ക് ആക്ച്വലി നന്ദി പറയാനുള്ളത്. അവരുണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ അതർവൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇപ്പോൾ സിനിമയിലൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന ജോണറായിരിക്കില്ല ഗോപിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏതൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏതൊരു ജോണറിൽ വർക്ക് ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? അങ്ങനെ എനിക്ക് ജോണർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാ ജോണറിലും ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, ഇനി അടുത്ത വർക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഇതായിരിക്കരുത്. ഐ വോണ്ട് ടു ഡു സംതിങ് വെരി ഡിഫറെൻറ്റ്. ഞാൻ ആക്ച്വലി വേറൊരു സിനിമയിൽ ചെറിയൊരു റോള് ചെയ്തിരുന്നു. പരം സുന്ദരി എന്ന് പറഞ്ഞ ജിൻസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ഒരു നേഴ്സ്. അത് ആക്ച്വലി ഇതിന് നേരെ വിപരീതമാണ്. വളരെ ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള, ചുമ്മാ ഒരു ആളെ കണ്ട് ഇഷ്ടപ്പെട്ട് ആളുടെ പിറകെ നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനല്ല വേറെ ആരും ചെയ്താലും അത് ഓക്കെയാണ്. കാര്യം പ്രത്യേകിച്ച് ലെയേഴ്സ് ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ജിൻസിക്ക് ഒരു സ്റ്റോറി ഒന്നും എനിക്ക് ബിൽഡ് ചെയ്യാൻ തോന്നിയില്ല. കാര്യം അങ്ങനത്തെ ഉള്ളൊരു ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. ബട്ട് ഐ വോണ്ട് ടു ഡു ക്യാരക്ടേഴ്സ് വെയർ ദർ ഇസ് ലെയേഴ്സ്, വെയർ ദർ ഇസ് ദിസ് ഡെപ്ത്. അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. എനിക്കൊന്ന് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഇന്റേണലി ഇപ്പോൾ ഒത്തിരി കോൺഫ്ലിക്റ്റുകളും ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും വി ആർ ഹിയർ വിത്ത് അനദർ ഫേസ്. അങ്ങനത്തെ സ്റ്റോറികളാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കുറേ ഉള്ളത്. അങ്ങനത്തെ സ്റ്റോറികൾ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിനെനിക്ക് ഇന്ന ജോണറൊന്നും വേണമെന്നൊന്നുമില്ല, നല്ലൊരു കഥാപാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് മറ്റേ മലയാളം ഇൻഡസ്ട്രീനെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആർട്ട് ഫോംസ്, ഇപ്പോൾ തിയേറ്ററിലെ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും ഇൻ്റർനാഷണൽ ലെവൽ വരെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് വരുന്ന കഥകൾക്കും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വരെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ശരിക്കും കാണുന്നത്? നമ്മൾ ആക്ച്വലി നെയ്ത്തിൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ഇന്ന് മിലാനിലാണ്. മിലാനിൽ പോയപ്പോഴേക്കും അവസാനം നമുക്ക് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി. അപ്പം ഞാനിങ്ങനെ ഇവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ബിക്കോസ് അതിനിടയിൽ നമ്മൾ മലയാളത്തിൽ കുറേ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. നമ്മളിരുന്നിട്ട് സാരി എടുക്കുന്നുണ്ട്, അത് നമ്മുടെ കൾച്ചർ അവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ 1 hour പെർഫോമൻസ് ദി എൻറ്റയർ ഓഡിയൻസ് വാസ് സ്റ്റാൻഡിങ് ആൻഡ് ക്ലാപ്പിംഗ്. അത് മിലാനിൽ മാത്രമല്ല, വി പെർഫോംഡ് ഇൻ മോസ്കോ, റഷ്യയിൽ പെർഫോം ചെയ്തു, ബാഗ്ദാദിൽ പെർഫോം ചെയ്തു, ഒമാനിൽ പെർഫോം ചെയ്തു. ബാഗ്ദാദിലും ഒമാനിലും ഫെസ്റ്റിവൽസ് ആയിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. രണ്ടിനും നമ്മൾ ഫസ്റ്റ് അടിച്ചു. ദേവർ അനദർ നമ്മുടെ കൂടെ 13-14 വേറെ കൺട്രീസ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷന്. യെറ്റ് വി സ്റ്റുഡ് ഔട്ട്, യെറ്റ് വി വർ ഏബിൾ ടു കണക്ട് വിത്ത് ഓൾ ഓഫ് ദിസ് പീപ്പിൾ വിത്ത് ആർ സ്റ്റോറി. നമ്മുടെ ചേതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു സ്റ്റോറി എടുത്ത് നമ്മളൊരു 1 hour ഒരു പീസാക്കി നമ്മൾ ഇൻ്റർനാഷണലി പോയി ബാക്കി 13-14 രാജ്യങ്ങളോട് കോമ്പീറ്റ് ചെയ്തിട്ടും വി വൺ ഇറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ആർട്ട് ഹാസ് നോ ലാംഗ്വേജ്, ആർട്ട് ഹാസ് നോ ഇങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന കുറേ ബാരിയേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. കാര്യം അങ്ങനത്തെ അക്സെപ്റ്റൻസ് ആണ്. ഇപ്പം ബാഗ്ദാദിൽ പോയിട്ട് ഇന്ത്യ 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 എന്നുള്ളത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെയാണ് അവിടെ അൽഹിന്ദ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻസിൻ്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ട്, നമ്മളിവിടെ ഇരിക്കുക. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്ക് അവാർഡ്സ് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ആക്ടറിന് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ആക്ട്രസ്, അങ്ങനെ നിരവധി ഡിറക്ഷൻ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയാം. അവസാനം ഒന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ നമുക്കെന്താ പോയാലോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അവസാനം ദ ബെസ്റ്റ് പ്ലേ ഇവിടെ പറയുന്നു. അപ്പോൾ ഇവർ നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവണമല്ലോ, വേറെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും ആരുമില്ല. എന്തോ അവർ അനൗൺസ് ചെയ്തു, നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുക.
ബാക്കിയിരുന്ന് അൽഹിന്ദ്, അവർ അൽഹിന്ദ് എന്നാണ് പറയുന്നത്. അപ്പൊ അൽഹിന്ദ് എന്ന് നമ്മൾ കേട്ടില്ല, ബട്ട് ഇറ്റ് വാസ് അസ്. സോ വി ഡി നോട്ട് റിയലൈസ്. അങ്ങനെ എന്താ ആ ക്രൗഡിലുള്ള എല്ലാവരും ഇന്ത്യ ഇറ്റ് ഈസ് യു എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു the kind of acceptance and the encouragement and the appreciation is huge. അത് I wish people could witness it. കാര്യം ഇന്ത്യ 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 എന്നൊരു വിളി വരുന്നു. അത് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ചെറിയൊരു പീസ് നമ്മളൊരു 10-11 പേര് ചേർന്നുണ്ടാക്കിയത്, അതിലൊരാളുടെ ഒരു വിഷൻ, പലരുടെയും ഡ്രീംസ്, പലരുടെയും പെർസെപ്ഷൻ, പലരുടെയും ഒബ്സർവേഷൻ, ആർട്ട് എല്ലാം കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു 1 മണിക്കൂർ പീസിനെ ഇൻ്റർനാഷണൽ സ്റ്റേജസിൽ വന്നിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അത് ജയിക്കുക, വിത്തൗട്ട് എനി ബാരിയേഴ്സ്, പീപ്പിൾ അക്സെപ്റ്റിംഗ് ഇറ്റ്സ് ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. എനിക്ക് ബ്യൂട്ടിഫുൾ എന്നേ പറയാനുള്ളൂ. ആൻഡ് വെരി മാജിക്കൽ, പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അയ്യോ ശരിക്കും ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ്. ഭയങ്കര പ്രൗഡായിരുന്നു. ആൻഡ് വെൻ യു ഹിയർ അതർ കൺട്രീസ് കോളിങ് ഔട്ട് യുവർ നെയിം, നമ്മുടെ രാജ്യത്തിനെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും റിയലൈസ് ചെയ്യാതെയാണ് പോയി ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഹസ് ബീൻ ഹ്യൂജ്. എനിക്ക് ഗോപികയിൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരു എന്താ പറയുക, ക്രേവിങ്സ് ആണോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, ഓരോ സ്കില്ല് പഠിക്കാനായിട്ടും, അല്ലെങ്കിൽ പല പല ഐഡൻറ്റിറ്റിയിലാണ്. മോഡലാണ്, ആക്ടറാണ്, അതേപോലെ തന്നെ സുംബ ട്രെയിനറാണ്, എല്ലാ ഐഡൻറ്റിറ്റിയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഹൗ യു എൻജോയ് ദിസ് ജേർണി ആസ് എ മോഡൽ, ആക്ടർ ആൻഡ് സുംബ ട്രെയിനർ ആൻഡ് ഫിറ്റ്നസ് ജേർണി? അതായത് എനിക്കിങ്ങനെ ഒരു കാര്യത്തിലായിട്ട് അറിയപ്പെടണം എന്നൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്വിറ്റ് ചെയ്യുമ്പോഴും ഞാൻ തന്നെ കാശ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, വാട്ട് വിൽ ഐ ഡു? എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ളത്, അതെന്തൊക്കെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നടക്കുമോ, ഞാൻ പട്ടിണിക്ക് പോയിട്ട് വരെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരുമോ, അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സൂംബ പഠിപ്പിക്കാം, യോഗ പഠിപ്പിക്കാം, ഓൾസോ യോഗ ഇൻസ്ട്രക്ടർ, മോഡലിംഗ് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഫുഡ് വ്ളോഗിങ് ചെയ്യും, ആങ്കറിങ് ചെയ്യുമായിരുന്നു. കൂടെ ഇതേപോലെ വരുന്ന ആഡ്സും, ആദ്യം തന്നെ അഭിനയിച്ചു തുടങ്ങിയത് ഷോർട്ട് ഫിലിമാണ്. അത് കഴിഞ്ഞ് കുറേ ആഡ്സ് ചെയ്തു. അപ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും എടുക്കുക, ഒന്നും കളയണ്ട. കാര്യം എന്തിൽ നിന്നാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക എന്നറിയില്ല. സോ ഫോർ മീ, എനിക്കൊന്ന് ഞാൻ ഈ ദ റൈഡ് എന്ന് പറയുന്ന ഒരു ഓഡിഷന് വിളിച്ചത് ഒരു 3 വർഷം മുന്നേ മുത്തൂറ്റിൻ്റെ ഒരു ആഡ്, ഒരു വോയിസ് ഓവർ ആഡ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഡയാന ഹമീദിൻ്റെ കൂടെ ഞാനൊരു വെബ് സീരീസ് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അത് ചെയ്തത് വേറെ തമിഴിലെ ഹാർട്ടിക്കുള്ള എന്ന് പറഞ്ഞൊരു വർക്ക് ഞാൻ ചെയ്തിരുന്നു, ഒരു മ്യൂസിക് വീഡിയോ. അത് മ്യൂസിക് വീഡിയോ കണ്ടിട്ട് അതിലുള്ള ഒരു ആക്ടറാണ് എന്നെ സജസ്റ്റ് ചെയ്തതും. അപ്പോൾ എവറിത്തിങ് ഞാൻ ചെയ്തതാണെങ്കിൽ ലീഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, അതിൽ നിന്ന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും. ഒന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ എനിക്ക് എന്താണ് കിട്ടാൻ പറ്റുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ടു ഗെറ്റ് ബെറ്റർ എവറി സിംഗിൾ ഡേ, ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. അപ്പോൾ ഇപ്പോൾ മാർഷൽ ആർട്സ് ആണെങ്കിലും കളരി, MMA എല്ലാം ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ തൻ്റെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് എന്തൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റും, ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന്. മുന്നോട്ട് നല്ല രീതിയിൽ ജേർണി സക്സസ് ആയിട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.